അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കയ്യിൽ പണം നിൽക്കുന്നില്ല. 31-ാം തീയതിയോ 1-ാം തീയതിയോ ഒക്കെ സാലറി അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു മാസാവസാനമാകുമ്പോഴേക്ക് അതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിലുള്ള പണം തീർന്നു പോകുന്നു എന്ന പരാതിയാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളത്. പണം ചെലവഴിക്കൽ ഈസിയാണ്, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുക, ഈ സ്പെൻഡിങ് ഹാബിറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നത് ശ്രമകരമായ പ്രവൃത്തിയാണ്. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, പണം ഉണ്ടാക്കുന്നതിലേറെ പ്രയാസകരമാണ് കിട്ടിയ പണം ശരിയായ വിധത്തിൽ ഉപയോഗിക്കുക എന്നത്. സ്പെൻഡിങ് ഹാബിറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള 7 സൈക്കോളജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ടിപ്പാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, നാം എപ്പോഴും പറയുന്നതാണ്, എൻ്റെതൊരു ഓട്ടക്കൈയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പണം നിൽക്കില്ല എന്നത്. ഏറ്റവും ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇത് നാം ജനിച്ച് വളർന്നു വന്നപ്പോൾ നാം സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ആറ്റിറ്റ്യൂഡല്ല. നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൽപ്പെട്ട ആളുകളായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സുകളായിരിക്കാം. നിൻ്റെ കയ്യിൽ പണം നിൽക്കില്ല, നിൻ്റെതൊരു ഓട്ടക്കൈയാണ് എന്ന് നമ്മെ പറഞ്ഞ് പറ്റിച്ച് നാമും അത് പിന്നീട് വിശ്വസിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏത് പണം വന്നു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും വഴിയിലൂടെ ആയിട്ട് നമ്മിൽ നിന്നത് കഴിഞ്ഞ് പിന്നീട് പോക്കറ്റ് കാലിയാകുന്ന, അല്ലെങ്കിൽ മണി പേഴ്സ് കാലിയാകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ടിപ്പ് അത് തന്നെയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക. എനിക്ക് ചെലവഴിക്കുന്നതിലേറെ സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എൻ്റെ പണം, എൻ്റെ സ്പെൻഡിങ് ഹാബിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുക. ഇത് സ്വയം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ സംഖ്യ, ഇതുവരെ സേവിംഗ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ശമ്പളം കിട്ടുന്ന സമയത്ത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സംഖ്യ, നമുക്ക് കഴിയുന്ന സംഖ്യ എത്രയാണോ ആ ഒരു ചെറിയ സംഖ്യയാണെങ്കിലും 1000 രൂപ മാറ്റിവെച്ചാലും 6 മാസം മാറ്റിവെച്ചാൽ 6000 രൂപയാകും. 5000 രൂപ മാറ്റിവെച്ചാൽ 6 മാസത്തിൽ അത് 30,000 രൂപയാകും. ഇങ്ങനെ നമുക്ക് കഴിയുന്ന ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് കഴിയുന്ന സംഖ്യ മാറ്റിവെക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അഥവാ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക. എൻ്റെ ഓട്ടക്കൈയാണ്, എനിക്ക് സ്പെൻഡിങ് ഹാബിറ്റ് കൂടുതലാണ്, എൻ്റെ പണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന ഒരു വിശ്വാസത്തിൽ നിന്ന്, എന്നൊരു മനോഭാവത്തിൽ നിന്ന് എനിക്ക് എൻ്റെ പണം കൺട്രോൾ ചെയ്യാൻ കഴിയും, എനിക്ക് സേവ് ചെയ്യാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിലേക്ക് സ്വയം മാറുകയും നമ്മെ തന്നെ അത് സ്വയം ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. അതിനുവേണ്ടി ചെറിയൊരു സംഖ്യ സേവ് ചെയ്യുന്ന ശീലം ഇന്നു മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ ഉടനെ അതൊരു മെൻ്റൽ ബഡ്ജറ്റിങ് ചെയ്യുക. അതിൽ നിന്ന് ഇത്ര പണം നമ്മുടെ ഗ്രോസറി ആവശ്യത്തിനുള്ളതാണ്, ഇത്ര ചാരിറ്റിക്കുള്ളതാണ്, ഇത്ര സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനുള്ളതാണ്. ഇങ്ങനെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഖ്യ എത്രയാണെന്ന് മാറ്റി വെക്കുക എന്ന് പറയും. അതായത് പണം എന്ന് പറയുന്നത് ഒരു ടൂളാണ്, അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഏത് പണം നമ്മുടെ കയ്യിൽ വന്നാലും അത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് പണം ഉണ്ടല്ലോ, അത് പിന്നീട് ആവശ്യം വരുമ്പോൾ എടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ അത് എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവായി പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പണം വന്നു കഴിഞ്ഞാൽ അതിനാദ്യം ബഡ്ജറ്റ് ചെയ്യുക. ഇത് ഇന്ന ആവശ്യത്തിനുള്ളതാണ് എന്ന് മാറ്റി ഓരോന്നും മാറ്റി വെക്കുക. ഓരോന്നും ഇന്ന ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവായി പോകുന്നതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് അന്ന് തന്നെ അപ്പോൾ തന്നെ വാങ്ങാതിരിക്കുക എന്നതാണ്. ഒരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഒരു 2 ദിവസം, ഒരു 48 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് പിന്നെയും നമുക്കത് വാങ്ങാനുള്ള പ്രേരണ ഉണ്ടെങ്കിൽ, വാങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. ഇല്ലെങ്കിൽ നമുക്കൊരു ചിലപ്പോൾ ചില സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മാളിൽ സന്ദർശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓൺലൈൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആഡ് കാണുന്ന സമയത്ത് ഇത് നമുക്ക് ആവശ്യമുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ അതപ്പോൾ വാങ്ങാതിരിക്കുക. 24 മണിക്കൂറിന് ശേഷം നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുന്ന ശീലം ഉണ്ടായിരിക്കും. പലപ്പോഴും 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ആവശ്യമില്ല എന്ന് തോന്നും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വസ്തു വാങ്ങാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ
ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്നത് വാങ്ങാതിരിക്കുക. 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതായത് നാം കാർട്ടിലേക്ക് ഇടുന്നതിന് പകരം ഒരു വെയിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ആ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക എന്നതൊരു ശീലമാക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം 10-10 റൂള് പ്രയോഗിക്കുക എന്നതാണ്. അതായത് ഈ ഒരു വസ്തു വാങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് ഇത് എനിക്കൊരു 10 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഈ വസ്തു ആവശ്യമുണ്ടാവുമോ എന്ന് ചിന്തിക്കുക. മറ്റൊന്ന് 10 മാസം കഴിഞ്ഞാൽ എൻ്റെ ഈ ആവശ്യം നിലനിൽക്കുമോ, ഇതുകൊണ്ടുള്ള ഉപകാരം എനിക്ക് നിലനിൽക്കുമോ എന്ന് ചിന്തിക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ആ വസ്തു ഒരു ബിഗ് എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങാതിരിക്കലാണ് നല്ലത്. അതായത് നമ്മുടെ കൂട്ടുകാരുടെ കയ്യിലുണ്ടാകും ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു റെന്റിന് എടുക്കാൻ പറ്റും, വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഉപയോഗിക്കുക എന്നതാണ്. 10 ദിവസം കഴിഞ്ഞാലും നമുക്ക് ഉപയോഗമുള്ള സാധനമായിരിക്കണം. 10 മാസം കഴിഞ്ഞാലും ഇതിൻ്റെ ഉപയോഗം നമുക്ക് നിലനിൽക്കുന്നതായിരിക്കണം. ഇല്ലെങ്കിൽ അത് വാങ്ങാതിരിക്കുക എന്നതാണ് നാലാമത്തെ റൂൾ. അഞ്ചാമത്തത്, ഈ ഓവർ സ്പെൻഡിങ്ങിനുള്ള ട്രിഗർ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്നതാണ്. ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആഡിൽ നിന്നായിരിക്കാം, പരസ്യം കണ്ടിട്ടായിരിക്കാം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പരസ്യം വരുമ്പോൾ നമുക്കൊരു വസ്തുവിടെ പരസ്യം കാണുന്നു, ഉടനെ തന്നെ നാം അത് വാങ്ങുന്നു. അല്ലെങ്കിൽ നാം വെറുതെ ഇങ്ങനെ മാളിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാണുന്നു, അത് വാങ്ങുന്നു. അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകുമ്പോൾ നാം കൂട്ടുകാർ വാങ്ങുന്നു, അതുകൊണ്ട് നാം വാങ്ങുന്നു എന്ന ഒരു രീതി. ഇതിൽ ഏത് ട്രിഗറാണ് എന്നെ കൂടുതൽ സ്പെൻഡ് ചെയ്യിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. എന്നിട്ട് ആ ഒരു കാര്യത്തെ നമ്മിൽ നിന്ന് ഒഴിവാക്കുക. ഇങ്ങനെ കാണുന്നതൊക്കെ വാങ്ങിക്കൂട്ടുന്നത് ഒരു പക്ഷെ നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത്, ഏത് തരം പേജുകളിൽ നിന്ന് വരുന്ന പരസ്യങ്ങളാണോ നമ്മെ വാങ്ങിപ്പിക്കുന്നത്, അത്തരം പേജുകളൊക്കെ അൺഫോളോ ചെയ്യും. കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകുമ്പോൾ ആദ്യം തന്നെ തീരുമാനിക്കുക, കൂട്ടുകാർ വാങ്ങുന്ന കാര്യങ്ങളൊന്നും വസ്തുക്കളൊന്നും എനിക്ക് ആവശ്യമുള്ളതായിരിക്കില്ല, അവരുടെ കൂടെ അവർ വാങ്ങുന്നത് കൊണ്ട് ഞാനൊന്നും വാങ്ങില്ല എന്ന് ആദ്യം തന്നെ തീരുമാനിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഔട്ടിങ്ങുകൾ ഒഴിവാക്കുക എന്നതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, നമ്മുടെ സ്പെൻഡിങ്ങിനെ ഇമോഷണലി ട്രാക്ക് ചെയ്യാനാണ്. അതായത് നാം പലപ്പോഴും നമ്മുടെ വരവ് ചെലവുകൾ എഴുതി വെക്കുന്നുണ്ടാകും, ഇന്ന വസ്തുക്കൾ വാങ്ങി എന്ന് എഴുതി വെക്കുന്നുണ്ടാകും, അതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് എന്തിനാണ് ഞാനത് വാങ്ങിയത് എന്നുകൂടെ അതിൻ്റെ നേരെ എഴുതി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു മാസം നാം ട്രാക്ക് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഈ വസ്തു നാം വാങ്ങിയത് എന്ന് നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ സന്തോഷത്തിനായിരിക്കാം, ചിലപ്പോൾ നമുക്കത് ഉപകാരം, എന്തിനു വേണ്ടിയാണ് ആ ഒരു പ്രൊഡക്റ്റ് നാം വാങ്ങിയത് എന്ന് നാം ഒരു മാസത്തിൽ നാം അതിനെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരം വസ്തുക്കളൊക്കെ ഞാൻ വാങ്ങിയത് വേസ്റ്റായി പോയി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അവസരം ഉണ്ടാവും. അപ്പോൾ ഒരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് വാങ്ങിയത് എന്നതിനോട് കൂടെ നാം അത് എന്തിനാണ് ഞാനത് വാങ്ങിയത് എന്നുകൂടെ നാം എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് അത് ഉപയോഗപ്പെടുത്തി അടുത്തൊരു മാസത്തിൽ അത്തരം ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, നാം ഒരു വസ്തു വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്നിങ്ങനെ അതിനെ കാറ്റഗറൈസ് ചെയ്യും. ഇതിൽ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എന്ന് നോക്കുക. എന്നുവെച്ചാൽ അത്യാവശ്യമുള്ളതാണെങ്കിൽ നാം അത് വാങ്ങുക, ആവശ്യമുള്ളതാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് അതിനെ അനുകൂലിക്കുന്നുവെങ്കിൽ മാത്രം വാങ്ങുക, അനാവശ്യമാണെങ്കിൽ വാങ്ങാതിരിക്കുക. അനാവശ്യമായ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നത് ധൂർത്താണ്. ഇന്നൽ മുബദ്ദിരീന കാനു യഖ്വാന ശയാത്തീൻ, ധൂർത്തന്മാര് പിശാചുക്കളുടെ സഹോദരന്മാരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് ഒന്ന് ലിമിറ്റ് ചെയ്ത് ചെലവിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും, നമ്മുടെ വരവിനനുസരിച്ച് ജീവിക്കാൻ കഴിയും എന്ന് കരുതി വളരെ പിശുക്കി ഭക്ഷണം കഴിക്കാതെ വേണ്ട വസ്ത്രങ്ങളും വസ്തുക്കളൊന്നും വാങ്ങാതെ ജീവിക്കണമെന്നല്ല. അത്യാവശ്യമായതും ആവശ്യമായതുമായ വസ്തുക്കളൊക്കെ വാങ്ങി നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.